ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ നേതാവായ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരാൾ സുബഹിക്ക് ശേഷം ഒരു തവണ ചൊല്ലിയാൽ, മഗ്രിബിന്റെ ശേഷം ഒരു തവണ ചൊല്ലിയാൽ, സുബഹിക്ക് മുമ്പോ മഗ്രിബിന് മുമ്പോ മരിച്ചുപോയാൽ അയാൾ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്ന് ലോകത്തിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ചൊല്ലു. അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എന്റെ രക്ഷിതാവ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ മറ്റൊരു ദൈവമില്ല റബ്ബേ. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. അന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണല്ലോ. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമല്ലോ. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു, എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞതുപോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാമല്ലോ ആണ് പറയുന്നത്. വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശദ്ദി മാ സനഅതു, എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണല്ലോ. വഅബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുന്നുണ്ട് റബ്ബേ. നീ എനിക്ക് തന്ന നിഅമത്തിനെ ഞാൻ അംഗീകരിക്കുകയാണ്. വഅബൂഉ ലക ബിദംബി, ഞാൻ ചെയ്ത തെറ്റിനെയും ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പ്രായപൂർത്തിയെത്തിയത് മുതൽ ഇന്ന് വരെ ഒരുപാട് വൻദോഷങ്ങളും ഒരുപാട് ചെറുദോഷങ്ങളും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയാണല്ലോ, അത് ഞാൻ സമ്മതിക്കുകയാണല്ലോ. അതുകൊണ്ട് ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. നീയല്ലാതെ പിന്നെ ആരാണ് പാപങ്ങൾ പുറത്തു തരുന്നത്? നീയല്ലാതെ പിന്നെ ആരാണ് ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരുന്നത്? നിന്നോടല്ലാതെ പിന്നെ ആരോടാണ് റബ്ബേ ഞങ്ങൾ ചോദിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളുടെ പാപം പുറത്തു തരണേ എന്നുള്ള ഇസ്തിഗ്ഫാറിന്റെ